ജൂൺ 26-ന് ഇപ്പോഴത്തെ പുതിയ എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു ദിവസമാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ദിവസമാണ്. TDP ഇതുവരെ അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതിനിടയിൽ രാജ്നാഥ് സിംഗും അമിത്ഷായും ചിരാഗ് പാസ്വാനും ഒക്കെ അടങ്ങുന്ന NDAയുടെ ടീം 2 വട്ടം യോഗം ചേർന്നിരുന്നു. TDP അവരുടെ നിലപാട് മയപ്പെടുത്തിയില്ല എങ്കിൽ TDPക്ക് പിന്തുണ നൽകാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു. അഥവാ TDP അനുനയിപ്പിക്കാൻ BJPക്ക് ആയാൽ പ്രതിപക്ഷം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. ഏതായാലും BJP അതിനപ്പുറത്തേക്ക് ചിന്തിച്ചിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. മുമ്പും ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത തന്നെയാണ്. അത് ഒരിക്കൽ കൂടി സജീവമാകുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു സ്പീക്കർ എന്നുള്ളതാണ് ഇപ്പോൾ BJP മുൻപോട്ട് വെക്കുന്നത്. അത് ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ്. NTRന്റെ മകളും MPയും BJPയുടെ സംസ്ഥാന അധ്യക്ഷയുമായ പുരന്തേശ്വരിയാണ് സ്പീക്കറാക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഓം ബിർളയും ലിസ്റ്റിലുണ്ട്. പുരന്തേശ്വരി ആയിക്കഴിഞ്ഞാൽ നായിഡുവിന് പിന്നെ ഒന്നും മിണ്ടാൻ വകുപ്പില്ല. കാരണം NT രാമറാവുവിൻ്റെ മരുമകനാണ് ഈ ചന്ദ്രബാബു നായിഡു എങ്കിൽ NT രാമറാവുവിൻ്റെ മകളാണ് ഈ പുരന്തേശ്വരി. BJPയുടെ സംസ്ഥാന അധ്യക്ഷയാണ്, MP-യാണ്. അതുകൊണ്ട് തന്നെ പുരന്തേശ്വരി സ്പീക്കർ സ്ഥാനത്തേക്ക് വന്നാൽ ആന്ധ്രയുടെ ഒരു പ്രതിനിധിയാകും, ആന്ധ്രാക്കാരി എന്നുള്ള പ്രതിനിധിയാകും. ഒപ്പം സ്വന്തം കുടുംബക്കാരിയാണ്. കുടുംബത്തിൽ ഇവർ തമ്മിൽ ഐക്യമില്ല എങ്കിൽ പോലും അതിനെ വെട്ടുവാൻ തൽക്കാലം ചന്ദ്രബാബു നായിഡുവിന് കഴിയുകയുമില്ല. ഇതോടുകൂടിയാണ് പ്രതിപക്ഷമാകപ്പാട് വെട്ടിലായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.